എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഭരണഘടനയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഭരണഘടനയിൽ ഇന്ന് ലിസ്റ്റുകളാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ലിസ്റ്റുകൾ എല്ലാം +1 +2 ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ. ലിസ്റ്റ് നമുക്ക് എടുക്കാം. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി കഴിഞ്ഞു, ആമുഖം കഴിഞ്ഞു, പൗരത്വം കഴിഞ്ഞു. മൗലിക അവകാശ നിർദ്ദേശങ്ങൾ നമുക്ക് ലാസ്റ്റ് തരാം കേട്ടോ. കാരണം കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ക്ലാസ് ആണല്ലോ, ചെയ്തു വരും കുറച്ച് ഇതുണ്ട്. പിന്നെ മൗലിക കടമകൾ കഴിഞ്ഞു, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഇത് മാത്രമല്ല എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും കറണ്ട് അഫെയറിൽ വരുന്നതും എല്ലാം ചോദിച്ചിട്ടുണ്ട്. 100, 101, എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇതും കഴിഞ്ഞു അല്ലേ. പിന്നെ നമുക്കിത് ക്ലാസ്സുകൾ ഏതായി നമുക്ക് ഭരണഘടനയിൽ കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു, സിലബസ് മൊഡ്യൂൾ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇന്ത്യൻ ഭരണഘടന നമുക്ക് നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇന്ത്യൻ ഭരണഘടന കംപ്ലീറ്റ് ചെയ്യാം. വിഷുവിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭരണഘടന കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഏതാണ് കംപ്ലീറ്റ് ചെയ്തത്? സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞു, കേരള ഭരണ സംവിധാനം കഴിഞ്ഞു, എക്കണോമിക്സ് കഴിഞ്ഞു. 4 മൊഡ്യൂള് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെട്ട് നല്ല മാർക്ക് കിട്ടും. 31 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. എല്ലാം ചെയ്തുതരാം. 21, 22, 23 എല്ലാം ഇട്ടുതരാം കേട്ടോ. പിന്നെ കുറച്ച് ഹോട്ട് ടോപ്പിക്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഈ സ്ലൈഡിൽ തന്നിരിക്കുന്ന എല്ലാതും പ്രീവിയസ് ആണ് കേട്ടോ. ഇത് ഫുള്ള് പ്രീവിയസ് ആണ്. ഇനി എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. ഈ തന്നിരിക്കുന്ന ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ലിസ്റ്റ് ഇപ്പൊ മനസ്സിലായ ലിസ്റ്റുകളെ കുറിച്ച് കാണണം. നമ്മുടെ സിലബസിലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ആ സിലബസിലെ ആ പിക്ചർ ഞാൻ കാണിച്ചതില്ലേ, ഞാൻ എല്ലാ ക്ലാസ്സിലും സിലബസും കൂടിയിട്ട് ഫ്രണ്ടിൽ കണ്ട് നിങ്ങൾ ഈ ഓരോ മൊഡ്യൂളും പഠിച്ചു തരുമ്പോൾ ആ സിലബസ് കണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ പ്രിന്റിന്റെ ആവശ്യമില്ല. കാരണം മനസ്സിൽ എന്താണ് അത് പതിയും സിലബസ്. അതുകൊണ്ടാണ്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് മനസ്സിൽ കണ്ടോ? 7ാമത്തെ പട്ടികയിലാണ് കേട്ടോ ലിസ്റ്റുകളെ കുറിച്ചിട്ട്. ഷെഡ്യൂൾ ഏതാണ്? 7ലാണ്. അനുച്ഛേദം ഏതാണ്? 246. ഇനി ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും അറിയണം. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആർട്ടിക്കിൾ മറന്നു പോകരുത്. 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 6. ഈ 2 എണ്ണമാണ് അനുച്ഛേദം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അവശിഷ്ട അധികാരം 2, 4, 8. ഈ 2 എണ്ണം മറക്കരുത് കേട്ടോ. 2, 4, 6 ലിസ്റ്റുകളെ കുറിച്ചിട്ട്. പിന്നെ നമുക്ക് ഈ 3 ലിസ്റ്റിനും പുറമെ ഒരു അവശിഷ്ടാധികാരം മറ്റും വരുന്നുണ്ട് അല്ലേ. അതിൽ സൈബർ നിയമത്തെ കുറിച്ചിട്ട് പറയുന്നത് അവശിഷ്ടാധികാരത്തിലാണ്. അത് പറയുന്നത് 248. മനസ്സിലായോ? 2, 4, 4 2 6. ഇവിടെ 2 × 4, 4 × 2 8. മനസ്സിലായല്ലോ? ഈ 2 എണ്ണം മറക്കരുത്. 2, 4, 6 ലിസ്റ്റ്, 2, 4, 8 ഏതാണ്? അവശിഷ്ടാധികാരം. മറക്കോ? ഇല്ലല്ലോ. കുറെ നമ്മൾ ഭരണഘടനയിലെ ആർട്ടിക്കിളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണെന്ന് മറക്കരുത്. പിന്നെ 100, 59, 52 തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഈ 100, 50, 50 എന്ന് പറയുന്നത്? നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ്. എത്രയാണ്? യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം 100. സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ 59. കൺകറന്റ് ലിസ്റ്റ് മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. യൂണിയൻ ലിസ്റ്റിൽ 100, സ്റ്റേറ്റ് ലിസ്റ്റിൽ 59. കാരണം ആദ്യം ഇത് 97 ആയിരുന്നു, ഇപ്പൊ 100 ആയിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ് 59 വിഷയമാണ്. ആദ്യം ഇതിൽ 66 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 59. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഒരു 5 വിഷയങ്ങൾ എടുത്തിട്ട് വേറെ മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങൾ. മറക്കോ? ഇവിടെ തുടക്കത്തിൽ എത്രയാണ്? 47 ആണ് കേട്ടോ. മറക്കോ? 100, 59, 52 ഓർഡർ ആയിട്ട് പഠിക്കുക. നമ്മൾ എപ്പോഴും കേന്ദ്രമല്ല ആദ്യം കൊടുക്കുക, സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പൊ കേന്ദ്രത്തിലാകുമ്പോൾ 100, പിന്നെ നമ്മൾ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ 59ആയി. കൺകറന്റ് ലിസ്റ്റിൽ 52ആയി. ഇനി യൂണിയൻ ലിസ്റ്റില് അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ അധികാരം ആർക്കാണ്? സംസ്ഥാനങ്ങൾക്കാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഇവർക്ക് 2 പേർക്കും വരും, പാർലമെന്റിനും സംസ്ഥാനത്തിനും വരും. അവിടെ പാഷ്വാലിറ്റി ഇല്ല. പഠിച്ചോ. യൂണിയൻ ലിസ്റ്റിൽ ആർക്കാണ്? പാർലമെന്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ് ആർക്കാണ്? സംസ്ഥാനങ്ങൾക്കാണ്. കൺകറന്റ് ലിസ്റ്റ് ആർക്കാണ്? 2 പേർക്കും. 2 പേർക്കും പഠിച്ചോ. പാർലമെന്റിനും സംസ്ഥാനത്തിനും. സ്ലൈഡിലുള്ളത് ഇതില് എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ആണ് കേട്ടോ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നും പറയുമ്പോൾ പി ക്യു പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇനി നോക്കിക്കേ, ആ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതെല്ലാം പഠിച്ചോ? ഒന്ന് പോസ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സ്ലൈഡിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒന്ന് സ്വയം പറഞ്ഞു നോക്കണം. ഒന്ന് ദയവ് ചെയ്ത് ചെയ്യണം കേട്ടോ. ദയവ് ചെയ്ത് ചെയ്യണേ. ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് പഠിച്ച് എങ്ങനെയെങ്കിലും ഈ ക്ലാസ് ഒന്ന് കണ്ടു തീർക്കണം എന്നുള്ളത് ആരെയും ബോധിപ്പിക്കാനില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പോസ് ചെയ്തോ. പഠിച്ചോ?
ഒന്ന് പഠിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് പഠിച്ചേ. ഇനി അടുത്തതിലേക്ക് വന്നേ. ഈ ഭാഗം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അപ്പൊ 1976 നമ്മൾ അറിയാം 42ാം ഭേദഗതി. നമ്മൾ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭേദഗതിയാണ് 1976 42ാമത്തെ ഭേദഗതി. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? 5 വിഷയങ്ങളെ നമ്മുടെ ഏതിലേക്ക് മാറ്റിയിട്ടുണ്ട്? സംസ്ഥാന ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ടു എവിടേക്ക് മാറ്റി? കൺകറന്റിലേക്ക് മാറ്റി. കൺകറന്റ് ലിസ്റ്റിൽ ആരാണ് അധികാരം? ആർക്കാണ് അധികാരം പറഞ്ഞത്? നമ്മള് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽ ആർക്കാണ് അധികാരം നിയമനിർമ്മാണം നടത്താൻ? യൂണിയനുണ്ട്, പിന്നെ സ്റ്റേറ്റിനുണ്ട് അല്ലെ? യൂണിയനുണ്ട്, സ്റ്റേറ്റിനുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിലുള്ള 5 വിഷയങ്ങളിനെ എവിടേക്ക് എടുത്തു മാറ്റി? കൺകറന്റിലേക്ക് എടുത്തു മാറ്റി. ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ലേ? എത്ര വിഷയങ്ങളാണ് 1976 42ാം ഭേദഗതിയിലൂടെ കൺകറന്റ് വിഷയത്തിൽ ലിസ്റ്റിലേക്ക് മാറ്റിയത്? എത്രയാണ്? 5 ഏതൊക്കെയാണ് ഈ 5? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ 5. പഠിക്കാതെ വിടരുത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇത് 2 കൂട്ടർക്കും എന്താണ്? നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. മറക്കോ? 5 വിഷയങ്ങൾ മറക്കോ? ഇല്ലല്ലോ. ഇനി നമ്മൾ 3 ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചു. യൂണിയനും സ്റ്റേറ്റും കൺകറന്റും. ഈ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏതില്? അവശിഷ്ട അധികാരം, റെസിഡ്യൂറി പവർ. എന്താണ്? റെസിഡ്യൂറി പവർ. ഓക്കെ, അതിൽ പറഞ്ഞതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല 248 അവശിഷ്ടാധികാരം. മറ്റു 3 ലിസ്റ്റുകളും 246 അവശിഷ്ടാധികാരം, റെസിഡ്യൂറി പവർ 242. അവശിഷ്ട അധികാരത്തില് അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നിയമനിർമ്മാണം നടത്താൻ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് സൈബർ നിയമം. പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സൈബർ നിയമം. അപ്പൊ സൈബർ നിയമം ഏതിലാണ് ചോദിച്ചു? വേഗം പോയിട്ട് കേന്ദ്ര ലിസ്റ്റിൽ നിന്ന് എഴുതരുത്. അവശിഷ്ട അധികാരത്തിലാണ്. ഇനി കേന്ദ്ര ലിസ്റ്റിലുള്ള ഇത്രയും കാര്യങ്ങൾ 18 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിരിക്കാൻ ഒറ്റ പ്രാവശ്യം വായിക്കുക. നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ ഇവിടെ ഈ ബോക്സ് തന്നിരിക്കുന്നത് നമ്മുടെ +1 തന്നിരിക്കുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. +1 കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിട്ടുള്ള ചാപ്റ്ററിൽ തന്നിട്ടുള്ള ഒരു ബോക്സ് ആണ് കേന്ദ്ര ലിസ്റ്റിൽ പെടുന്നത് കേട്ടോ. അത് ഞാൻ ഇതിൽ ഉള്ളത് തന്നെയാണ്. എന്നാലും കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്ന വ്യക്തികൾ പെട്ടെന്ന് SCRT-ക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ടാണ്. പ്രതിരോധം, സെൻസസ്, ഇൻഷുറൻസ്, CBI, തപാൽ ടെലിഫോണ്, ഐക്യരാഷ്ട്ര സംഘടന, ലോട്ടറിക്ക് എല്ലാം ചോദിച്ചാണ് കേട്ടോ. വിദേശ വായ്പ, വിദേശകാര്യം, റെയിൽവേ, കസ്റ്റംസ് തീരുവ, വരുമാന നികുതി, പൗരത്വം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, കോർപ്പറേഷൻ നികുതി, UPSC, പോസ്റ്റ് ഓഫീസ് ആൻഡ് സേവിങ്സ് ബാങ്ക്. ഇതിൽ നമുക്ക് ഇതൊക്കെ അറിയാം. ഏകദേശം ഒക്കെ അതൊക്കെ കേന്ദ്രത്തിനാണ്. തപാലൊക്കെ നമുക്കറിയാം. ഇതിൽ ലോട്ടറി ഒന്ന് നോട്ട് ചെയ്യണം. നമുക്കൊരു കൺഫ്യൂഷൻ വരും. ലോട്ടറി പറയുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്കാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അല്ല, ലോട്ടറി കേന്ദ്രത്തിനാണ് കേട്ടോ. ലോട്ടറി കേന്ദ്രം. ബാക്കിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേന്ദ്രത്തിന്. ഇവിടെ നോക്കിക്കേ, SCRT പറഞ്ഞിരിക്കുന്നത് പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽ ഗതാഗതം, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. ഇതൊക്കെ നോക്കിക്ക് ചോദ്യം നോക്കണം കേട്ടോ. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളെ നിയമനിർമ്മിക്കാനുള്ള അധികാരം. അടുത്തത് നോക്കിക്കേ, സ്റ്റേറ്റ് ലിസ്റ്റ്. ക്രമസമാധാനം, പോലീസൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പോലീസ്, മദ്യം, ജയില്, ടോള്. നോക്കിക്കേ, മദ്യം കഴിച്ച് പോലീസ് എന്ത് ചെയ്തു? ജയിലിൽ അടച്ചു അല്ലെ? ക്രമസമാധാനം കെടുത്തിയപ്പോ എന്ത് ചെയ്തു? അവരെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടച്ചു അല്ലെ? അതൊക്കെ അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് നോക്കിക്കേ, 4 എന്ത് ചെയ്തു? ഒരു വ്യക്തിനെ മനസ്സിൽ കാണുക. അയാൾ മദ്യം കഴിച്ചിട്ട് ക്രമസമാധാനം ഇതാക്കിയപ്പോ പോലീസ് എന്ത് ചെയ്തു? ജയിലിൽ കൊണ്ട് അടച്ചു. പിന്നെ ടോള്, കൃഷി, തദ്ദേശ സ്വയംഭരണം, പിന്നെ സത്രങ്ങളും സത്രം സൂക്ഷിപ്പുകാരും, ഭൂനികുതി, കെട്ടിട നികുതി, കാർഷിക നോക്കിക്കേ, നികുതികളൊക്കെ നോക്കിക്കേ. നികുതി ഏതൊക്കെ നേരിടുന്നുണ്ട്? ഭൂനികുതി, കെട്ടിട നികുതി, കാർഷിക ആദായ നികുതി. സംസ്ഥാനങ്ങൾക്കാണ് പഠിക്കുക. ഫിഷറീസ്, പിന്നെ നോക്കിക്കേ, ഫിഷറീസ് നോക്കുക, ടോളും നോക്കുക കേട്ടോ. അത് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഫിഷറീസും ടോളും നമ്മൾ മീൻ അതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാലോ, ടോൾ പിരിവൊക്കെ അറിയാം അല്ലെ? പിന്നെ കൃഷി, തദ്ദേശ സ്വയംഭരണ, അത് അവരെ രണ്ടാളും കണക്ട് ചെയ്യുക. നികുതികൾ 3 നികുതികളായിരിക്കും നോക്കുക. പിന്നെ നോക്കിക്കേ, പൊതുജനാരോഗ്യം,
പന്തയം, ഗ്യാസ്, വിപണികളും മേളകളും. ഇത് നമ്മുടെ +1 കിടക്കുന്നതാണ് കേട്ടോ. ഈ SRTയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വാണിജ്യം, വ്യാപാരം, കന്നുകാലി പരിപാലനം. കണ്ടോ, നോക്കി അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, ഇതൊക്കെ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. അടുത്തത് കൺകറന്റ് ലിസ്റ്റ് കേട്ടോ. സംയുക്ത ലിസ്റ്റ് എന്ന് കാണുന്ന സമയത്ത് അയ്യോ ഞാനൊരു ഇങ്ങനത്തെ ഒരു ലിസ്റ്റേ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയണ്ട. ഇതാണ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇവിടെ ആരാധികാരം? സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ അല്ലേ. ഓക്കെ. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞല്ലോ. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ എടുത്തു മാറ്റി എവിടേക്ക്? കൺകറന്റിൽ. ആ 5 ആദ്യം പഠിക്കുക. ഇതൊക്കെ വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, പക്ഷികളുടെയും സംരക്ഷണം ഒക്കെ പഠിക്കണം കേട്ടോ. ഇലക്ട്രിസിറ്റി, വനം, ഭാരം, അളവുകൾ, പിന്നെ വന്യജീവികളുടെ പക്ഷികളുടെ സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, വില നിയന്ത്രണം, നീതിന്യായ ഭരണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ളതിലാണ് കേട്ടോ. കൺകറന്റ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള ഇതിലാണ് ഇത് നീതിന്യായ ഭരണം. സാമ്പത്തിക ആസൂത്രണം, സ്വത്തേറ്റെടുക്കല്, വിവാഹം, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിവാഹമോചനമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്രിമിനൽ നിയമം, ഫാക്ടറികള്, ബോയിലറുകൾ, ട്രസ്റ്റികൾ, ട്രേഡ് യൂണിയനുകൾ, ഇതൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഇത് നമ്മുടെ +1 കിടക്കുന്നതാണ്. സംയുക്ത ലിസ്റ്റിലെ വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, ഇതങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കുഴയില്ലേ. കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം എന്നൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. വനങ്ങള്, തൊഴിലാളി സംഘടനകള്, മായം ചേർക്കല്, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും, ഇതൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് വിഷയങ്ങൾക്ക് ഈ വിഷയങ്ങളെ നിയമം നിർമ്മിക്കാവുന്നതാണ്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായോ? ലിസ്റ്റിന്റെ ഞാൻ ഒരു ഡിഗ്രി ലെവലില് +1 +2 ഒക്കെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ലിസ്റ്റ് എന്നും ചോദ്യം വരും. 7ാമത്തെ പട്ടികയിലാണ്. പിന്നെ 246ലാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. 7ാം പട്ടിക 246, 100 യൂണിയൻ ലിസ്റ്റിൽ എത്ര എണ്ണം എന്ന് പഠിക്കുക. 3ലും വരുന്ന കാര്യങ്ങൾ എന്താണ് പഠിക്കുക. പിന്നെ അവശിഷ്ടാധികാരം പഠിക്കുക. 248ആണ്. അവശിഷ്ടാധികാരത്തിൽ ഒറ്റ വിഷയമാണ് വരുന്നത്, സൈബർ നിയമം. ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താഴെ കമന്റ് കൂടിയിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. കുട്ടികൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയും പെട്ടെന്ന് തീർക്കണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ചാനലിൽ കിടക്കുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് കിടന്നിട്ട് യൂട്യൂബിൽ തിരയേണ്ടല്ലോ. വീഡിയോ പ്ലേലിസ്റ്റ് ഒന്നും പോയി തിരയേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മേലെ സ്ക്രോൾ ചെയ്തിട്ട് പോയാൽ നമുക്ക് ഓരോ വീഡിയോ കണ്ട് നമുക്ക് തീർത്തിട്ട് നന്നായിട്ട് പഠിച്ചു വരാം. ഓക്കെ. അപ്പൊ താഴെ എന്തായാലും കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.